ആദ്യം മലപ്പുറം പൊന്നാനിയിലേക്കാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടയിൽ ദുരിതക്കയത്തിലാണ് പൊന്നാനിയിലെ തീരദേശവാസികൾ. പൊന്നാനിയിലെ തീരപ്രദേശത്ത് കടലാക്രമണം അനുദിനം രൂക്ഷമാവുകയാണ്. പാലപ്പെട്ടിയിൽ 2 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കടൽഭിത്തി പുനർനിർമ്മിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പൊന്നാനിയുടെ തീരദേശ മേഖല കടൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആളുകൾ നിന്നിരുന്ന ഈ ഭാഗം ഇന്ന് കടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പാലപ്പെട്ടിയിലും വെളിയങ്കോടും തങ്ങൾപ്പാറയിലും ഉൾപ്പെടെ കടലാക്രമണം രൂക്ഷമാണ്. പതിവ് പോലെ ഇത്തവണയും കടൽ കരയെടുത്തു തുടങ്ങി. ഓരോ മണിക്കൂറും കടൽ കരയുടെ ഓരോ ഭാഗവും കാർന്നു തിന്നുകയാണ്. പൊന്നാനി മേഖലയിൽ പാലപ്പെട്ടി, തങ്ങൾപ്പാറ, വെളിയങ്കോട് തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രശ്നം രൂക്ഷമായത്. 2 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. കൂടുതൽ വീടുകൾ അപകട ഭീഷണിയിലാണ്. 15 വർഷമായിട്ട് കടൽ ഭിത്തി നിർമ്മാണം ഇട്ടത് അത് ഒന്നും മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ സംഭവം ഒന്നും നടക്കൂല. ഈ കൂടുന്ന കല്ല് ഇടുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടില്ല, അങ്ങോട്ട് നോക്കി നോക്കുക. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഖബർസ്ഥാനുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഈ കയറ്റത്തിലും ഖബർസ്ഥാനുകൾ നഷ്ടപ്പെട്ടു. ആരും മുൻപന്തിയിൽ നിൽക്കണില്ല. പാവങ്ങളെ തീരദേശ മേഖലയിലെ അവഗണന എന്ന് തന്നെ പറയാം. അവഗണിക്കുകയാണ് എല്ലാവരും. പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. പാലപ്പെട്ടി ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാൻ ഭാഗികമായി കടലെടുത്തു. ഖബറുകൾ ഒലിച്ചുപോയി. എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കുകയാണ്. അതുവരെ ആ മയ്യത്ത് പോലും കടൽ വന്ന് ഒലിച്ചു പോകുന്നത് വളരെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്ന ജനങ്ങളാണ് ഈ തീരദേശ മേഖലയിലുള്ളത്. അത്രക്കും ദയനീയമാണ് ഇവിടുത്തെ കാഴ്ച. എത്രയും പെട്ടെന്നൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഒരു സഹായമാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടത്. അതാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. ട്രോളിംഗ് നിരോധനം പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട മത്സ്യത്തൊഴിലാളികളുടെ കിടപ്പാടവും നഷ്ടമാവുന്നത് കണ്ടു നിൽക്കാനേ ഇവർക്കാവുന്നുള്ളൂ. യുദ്ധകാല അടിസ്ഥാനത്തിൽ കടൽ ഭിത്തി നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 15 വർഷം മുൻപ് ഇവിടെ നിർമ്മിച്ച കടൽ ഭിത്തി 10 വർഷം മുൻപാണ് തകർന്നത്. അതിനുശേഷം എല്ലാ വർഷവും ഇതുപോലെ മഴക്കാലമായാൽ കടലാക്രമണം രൂക്ഷമാണ്. അധികാരികൾ ഒരു നടപടിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ തീരദേശവാസികൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. കടൽഭിത്തി നിർമ്മാണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള ഉറപ്പുകൾ ആ പ്രദേശവാസികൾക്ക് കിട്ടി. പക്ഷേ അതൊക്കെ വെറും വാക്കായി മാറി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിരവധി പേരാണ് സ്വന്തം വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരുന്നത്. കടൽഭിത്തി നിർമ്മാണം ഇനിയും വൈകരുത് എന്നാണ് ഇവിടുത്തുകാരുടെ അപേക്ഷ. ഞങ്ങൾ 10 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണിത്. ഈ 10 വർഷങ്ങളിൽ കാലവർഷങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ അധികാരികളും വേണ്ടപ്പെട്ടവരും വരും, അന്വേഷിക്കും, പോവും. അതല്ലാതെ കണ്ടിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഇന്നേ വരെ ഇവരാരും കണ്ടിട്ടില്ല. 5-6 വർഷമായിട്ട് ഇവിടെ അധികാരികൾ വന്നു നോക്കിയിട്ടില്ല. അതിൻ്റെ ഒരു പിടിപ്പേടുണ്ട് മൊത്തത്തിൽ. പിന്നെ ഭരണസമിതി പഞ്ചായത്തിന് ഇങ്ങോട്ട് വന്ന് നോക്കാനുള്ള ഒരു കെലിപ്പില്ല. കാരണം വെച്ചാൽ റോഡുകളില്ല. പഞ്ചായത്ത് പെരുമ്പടപ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏകദേശം പുത്തമ്പള്ളി ഹൈവേ മാത്രം, പാലപ്പെട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരണ ഹൈവേ മാത്രമേ എന്തുള്ളൂ, നല്ല റോഡുള്ളൂ. പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശപ്പെട്ട റോഡാണ്. അവരെ വണ്ടി പോലും ഇങ്ങോട്ട് വരില്ല. ഒരു ഫാമിലി താമസിക്കുന്നതല്ല, പല ഫാമിലികളും കൂട്ടായിട്ട് താമസിക്കുന്ന വീടുകളാണ്. ഈ കുടുംബങ്ങളൊക്കെയാണ് ഈ പല ഭാഗങ്ങളിൽ പോയിട്ട് ജീവിക്കുന്നത്. അവർക്കാണ് ഈ 10 ലക്ഷം പാസ്സാവുന്നതൊക്കെ. ഈ 10 ലക്ഷം കൊണ്ട് ഇന്നിപ്പോൾ 10 ലക്ഷം പാസ്സായിരുന്ന ആളുകളൊക്കെ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതുകൊണ്ടൊരു വീടും സ്ഥലവും എടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അപ്പം അങ്ങനത്തെ അവസ്ഥകളൊക്കെയാണ്. അതൊക്കെ സർക്കാരുകൾ കണ്ടറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം.